ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ കൂടി ചേരുന്നുണ്ട്. അസീസ്, ഈ പറഞ്ഞതുപോലെ 1000 രൂപയോളം അടുത്താണ് ഇപ്പോൾ സിലിണ്ടറുകളുടെ വില കൂട്ടിയിരിക്കുന്നത്. വലിയ തിരിച്ചടി തന്നെയാണല്ലേ ഇത്? തീർച്ചയായിട്ടും 993 രൂപ, അതായത് 1000 രൂപയ്ക്ക് വെറും 7 രൂപ കുറച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ ഈ കൂട്ടലുണ്ടായിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുമ്പോൾ ഈ ഡിസംബറിൽ ഉള്ളതിന്റെ 100% വർധനവാണ് ഈ 4 മാസത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് 1550 സംതിങ് ഉണ്ടായിരുന്ന ആ ഗ്യാസാണ് ഇന്ന് 3100 രൂപയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് 4 മാസങ്ങൾ കൊണ്ട് ഇരട്ടിയാണ് ഈ ഗ്യാസിന്റെ ഇന്നത്തെ കോസ്റ്റായി വന്നിരിക്കുന്നത്. ഒന്ന്. മറ്റൊന്ന്, എനിക്ക് വേറൊരു കാര്യം വളരെ ഊന്നി പറയാനുള്ളത്, എപ്പോഴും ഈ കമ്പനികൾ നഷ്ടത്തിൽ ഓടുന്നു, അതുകൊണ്ടാണ് കൂട്ടുന്നത് എന്നുള്ളതാണ് ന്യായം പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷെ അത് തികച്ചും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം എണ്ണ കമ്പനികളെല്ലാം ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ എത്ര കോടികളാണ് ലാഭവിഹിതമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് എണ്ണ കമ്പനികൾ കൊടുത്തത് എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ പറയുന്ന യാതൊരു യാഥാർത്ഥ്യമായി യാതൊരു ബോധവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, പശ്ചിമേഷ്യയിൽ നടന്ന സംഘർഷത്തിന്റെ കാരണം ഈ ക്രൂഡ് ഓയിലിന്റെ വില വർധനമൊക്കെയാണെന്ന് പറയുന്നു. പക്ഷേ ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ടും പശ്ചിമേഷ്യ സംഘർഷം നടന്നിട്ടും ഈ കഴിഞ്ഞ 29-ാം തീയതി വരെ ഇത് പൊതുജനത്തിന് മുന്നിൽ ചർച്ചാ വിഷയമായിരുന്നില്ല. ഇത് മൂടിവെക്കപ്പെട്ടു. അതിനുശേഷം ഇലക്ഷൻ വോട്ടുകളെല്ലാം പെട്ടിയിലായതിനു ശേഷം ഒരു ഇരുട്ടടി പോലെ ഈ വർദ്ധിപ്പിച്ചതിനോട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടേതായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഈ 6-ാം തീയതി ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് എവിടെയെല്ലാം എണ്ണ കമ്പനികളുടെ ശ്രീ അസീസ് മൂസ, ഒപ്പം തന്നെ ഈ 6-ാം തീയതി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും എന്ന് പറയുമ്പോൾ അതൊരു സൂചന പണിമുടക്കായി തന്നെയാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും ഒരു സൂചന മാത്രമാണ് അത്. കാര്യം അല്ലാതെ ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അടച്ചിട്ടത് കൊണ്ട് എന്തായാലും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അവർ കുറയ്ക്കാൻ തീരുമാനിക്കുമോ എന്ന് ഞങ്ങൾക്ക് 100% പറയാൻ പറ്റില്ല. അല്ല, ഒരു സമരങ്ങളും 100% ഒരു ഉറപ്പ് കിട്ടിയിട്ടല്ലല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതൊരു സൂചന ആയിക്കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ അടച്ചിട്ടുകൊണ്ട് ഒരു എണ്ണ കമ്പനികളുടെ മുന്നിലേക്ക് ഒരു മാർച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും ഊന്നി പറയുകയാണ്, കാര്യം വില വർദ്ധിപ്പിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അത് തന്നെയാണ്. അതായത് ഈ സാധാരണക്കാരനാണല്ലോ ഇതെല്ലാം തിരിച്ചടിയാവുന്നത്. കാരണം ഹോട്ടലിൽ കഴിക്കാൻ വരുന്ന ഒരാൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇരട്ടി പൈസയോളം കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നേക്കാം. കാരണം 993 രൂപ സിലിണ്ടറിന് കൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾക്കും അതുപോലെ വില വർദ്ധിപ്പിച്ചല്ലേ മതിയാകൂ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഒരു 2 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലുകാരനാണെങ്കിൽ അവന് ഡെയിലി 2000 രൂപ അഡീഷണൽ എക്സ്പെൻസ് വരികയാണ്. അവനൊരു മാസം 60,000 രൂപയാണ് എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഒരു 60,000 രൂപ അഡീഷണൽ എക്സ്പെൻസ് വരിക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ വിൽക്കുന്ന സാധനങ്ങൾക്ക് ആ വില വർദ്ധിപ്പിക്കാതെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ലല്ലോ. അത് ഒരു സ്വാഭാവിക ഇത് മാത്രമാണത്. അപ്പോ ശരിക്കും കാര്യം വർദ്ധിപ്പിച്ചത് എന്താണ്, കൊമേഴ്ഷ്യൽ ഗ്യാസിനാണ്. എന്നാൽ ഡൊമസ്റ്റിക് ഗ്യാസിന് ഞങ്ങൾ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഡൊമസ്റ്റിക്കിലുള്ള ആളുകളാണ് ഈ ഹോട്ടലുകളെ ആശ്രയിച്ചിരിക്കുന്നത്. അവർക്കും ഈ ഭാരം അവരുടെ തലയിലും കൂടെ വന്ന് വരികയാണെന്നുള്ള കാര്യം സർക്കാരുകളും അല്ലെങ്കിൽ മന്ത്രാലയങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി ശ്രീ അസീസ് മൂസ. എന്തായാലും വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഈ മാസം 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലിഡിയ ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.